ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കിഴി റിയാക്ഷൻ ആണ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം, ഗോട്ട്. സിനിമയുടെ ഫസ്റ്റ് ഷോട്ട് ഇന്നലെ 12 മണിക്ക് എത്തിയിട്ടുണ്ട്. ആ സമയത്ത് ഞങ്ങൾ നല്ല ഉറക്കമായിരുന്നു. സോറി, ഉറങ്ങുമല്ലോ. ഇപ്പൊ പഴയ ആ ഒരു വീറും വാശിയും ഒരു സ്പിരിറ്റ് ഒന്നും ഇല്ല. എനർജി ഉണ്ട്, വാശിയില്ല. എനർജി അങ്ങോട്ട് എത്തുന്നില്ല അല്ലേ? അതാണ് പ്രശ്നം. അത് കുഴപ്പമില്ല, അത് തന്നെ വന്നോളും. എന്താണെങ്കിലും ഇത് വരാനുള്ള കാരണങ്ങളൊക്കെ പറയണല്ലോ. അത് പറയാം. എന്തായാലും നമ്മുടെ ദളപതി വിജയുടെ ബർത്ത്ഡേ ആണ്, 50ാമത്തെ ബർത്ത്ഡേ. ഓ അങ്ങനെ ഈ ഷോട്ട് വരാനുള്ള കാരണം പിന്നെ ഞാൻ കരുതി അതായത് എനർജി പോകാനുള്ള കാരണം അതായത് ഞങ്ങൾക്ക് ഈ സംഭവങ്ങളൊക്കെ വരാൻ കാരണമായത് എന്താന്നുള്ളത് പറയാൻ പോകും. അത് വേറൊന്നല്ല, അത് പ്രായത്തിന്റെ ശുഷ്കാന്തി പറയുന്നത്. അത് നോക്കിയിട്ടല്ല, അതല്ല, വേറെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ശുഷ്കാന്തിയാണ്. അതുകൊണ്ട് അതിന്റെ വഴിയെ സഞ്ചരിക്കുന്നത് കൊണ്ട് ചെറിയൊരു എന്താ ചില പ്രശ്നങ്ങൾ, അതുകൊണ്ടാണ് ചെറിയ ഗ്യാപ്പ് വരുന്നത്. അതുകൊണ്ടാണ്. എന്താണെങ്കിലും വിജയുടെ ബർത്ത്ഡേ ആണ്. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ദളപതി വിജയ്. ഇന്ന് അങ്ങനെ കൊടുക്കരുത്, ദളപതി വിജയ് എന്ന് വേണ്ട അവിടെ. പിന്നെ വിജയ് എന്ന് മാത്രം മതി. ഗോട്ട്, ശരിയാണ്, ഗോട്ട് വിജയ് അങ്ങനെ മതി. ദളപതി വിജയ് ഇന്ന് നമുക്ക് മാറ്റിയാക്കാം. ഓക്കെ, ഗോട്ട് വിജയ്. ഗോട്ട് വിജയ് ആളുടെ ബർത്ത്ഡേ ആണെന്ന്, 50ാമത്തെ ബർത്ത്ഡേ. ഇന്നലെ നമ്മുടെ 7 സ്ക്രീൻ സ്റ്റുഡിയോ അല്ലേ, അവരൊരു സ്പെഷ്യൽ വീഡിയോ പുറത്തോട്ടുണ്ടായിരുന്നു. അതിൽ 50 വയസ്സ് എന്ന് കാണിച്ചപ്പോൾ പെട്ടെന്ന് 50 ഇവനെന്നിട്ട് ഇൻസ്റ്റയിൽ എനിക്ക് മെസ്സേജ് 50 വയസ്സോ? ഞാൻ പറഞ്ഞ 50ാമത്തെ വയസ്സായി. ഇതിപ്പോ അറിയാത്ത ഇവൻ മാത്രമേ ഉള്ളൂ ഈ ലോകത്ത്, ബാക്കിയല്ല. കഴിഞ്ഞ 49ാമത്തെ ബർത്ത്ഡേ നമ്മൾ ആഘോഷിച്ചതാണ്. പിന്നെ അന്ന് 49 പറഞ്ഞതാണ്. എന്നിട്ട് 50ലേക്ക് എത്തിയപ്പോ 50 എന്നുള്ള ആ ഒരു നമ്പർ എണ്ണിയപ്പോ 50 എന്നുള്ള ഒരു ഞെട്ടല്. എന്തായാലും 50ാമത്തെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അണ്ണാ ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ നമുക്ക് ഒരു ഫസ്റ്റ് ഷോട്ട് തന്നിട്ടുണ്ട് ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. ആഘോഷിക്കാനുള്ളത് ഉണ്ടോ എന്നുള്ളത് അറിഞ്ഞുകൂടാ, ഞങ്ങളത് കണ്ടിട്ടില്ല. ഇത് വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ സിനിമകളുടെ അപ്ഡേഷൻ ഒന്നും തരാനില്ലാത്തത് കൊണ്ട് തന്നെ ഗോട്ടിന്റെ തന്നെ ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇന്നലെ. ഓക്കെ, എന്തായാലും നമുക്ക് ഇന്ന് സെക്കൻഡ് സിംഗിൾ ഉണ്ട് അല്ലേ? ഇന്ന് സെക്കൻഡ് സിംഗിൾ 6 മണിക്ക്. അതിന്റെ ഒരു പ്രൊമോ ഉണ്ട്, പിന്നെ അതിന് മുൻപ് ഒരു പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും കാണാം. ആർ യു എക്സൈറ്റഡ്? പിന്നെന്താ, രാത്രി 12 മണിക്ക് വന്നല്ലേ, കണ്ടിട്ടില്ലേ? ഓപ്പൺ ആക്ക്. ഇനി നീ മിണ്ടിയ എനിക്ക് കാണണം. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഓക്കെ, AGS എന്റർടൈൻ ചേസിംഗ് ആണല്ലോ അളിയാ. വാവ്, അയ്യോ, ഹാപ്പി ബർത്ത്ഡേ ഗോട്ട്, the greatest of all time. എന്തൊക്കെ ലാസ്റ്റ് പോയത്? ലാസ്റ്റ് എന്തൊക്കെയോ കാണിച്ചിട്ടുണ്ടോ? അത് പിന്നെ സെപ്പറേറ്റ് ഒരു സാധനം കാണിച്ചെന്താ, ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം കഴിഞ്ഞതിന് ശേഷം സംഭവം കൊറേ കട്ട് ഷോട്ടുകൾ കാണിച്ചിട്ടുണ്ട്. മിന്നി പോകുന്നുള്ളൂ കേട്ടോ. ഇപ്പൊ പ്ലേ ചെയ്താലും കാണാൻ പറ്റൂല. നോക്കാം. പൊളിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ടാർജറ്റ് ഒരു മറ്റേ എങ്ങനെ എന്താ പറയാ, ഷൂട്ട് ചെയ്യുന്നതിന് ആ ഒരു സാധനം കറക്റ്റ് കൂടെ കയറി വരുന്നുണ്ട്. എന്താണ് സംഭവം? അത് ഹേറ്റേഴ്സ് അങ്ങനെ വെച്ചിട്ടൊന്നും പരിശീലിക്കുന്നതാണ് വിജയിനെ. ടാർഗറ്റ് ചെയ്യുന്നത് ഇന്ന് തീർക്കോടാ, ഇന്ന് നിന്റെ കളികൾ തീർക്കോടാ. അത് ആള് വന്നപ്പോ മുതല് കേട്ടോണ്ടിരിക്കുന്നു, ഇന്ന് തീർക്കോടാ. പക്ഷെ സംഭവം ശ്രമിക്കാറുണ്ട്. ഈ സ്റ്റെപ്പിലെത്തുമ്പോ ആ സമയത്ത് ശ്രമിക്കും, പക്ഷെ അടുത്ത സ്റ്റെപ്പിലേക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് ആ സ്റ്റെപ്പിൽ നടക്കൂല, അടുത്ത സ്റ്റെപ്പ്. അതുകൊണ്ടാണല്ലോ ആ പേര് തന്നെ വീണത്, ഗോട്ട്. തീർച്ചയായിട്ടും അങ്ങനെ പേര് വീണോ? പിന്നെന്താ, വീണല്ലേ, ഇരിക്കട്ടെ. അല്ല പിന്നെ എന്തായാലും അങ്ങനെ പേര് ഇട്ടതുകൊണ്ടല്ലേ? അതെ, തീർച്ചയായിട്ടും സിനിമക്ക് അങ്ങനെ ടൈറ്റിൽ ഇട്ടതുകൊണ്ട് ആ പേര് നമുക്ക് ഇനി വിളിക്കാം. എന്താണെങ്കിലും ഇന്ന് വിജയ് ഫാൻസിന് ആഘോഷിക്കുന്ന ദിവസമാണ്. അതായത് കാരണം
ബർത്ത്ഡേ നമുക്ക് എല്ലാവർക്കും അറിയാം. അതും പോരാത്തതിന് സിനിമകളിൽ നിന്നുള്ള വിട്ടു നിൽക്കലും കൂടി വരാൻ പോവാണ്. അപ്പം ഈ ബർത്ത്ഡേ ആവേശം പറയണ്ട, അണ്ണൻ അങ്ങനെ നിർത്തൂല. അല്ല, സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന കാര്യം നിർത്തൂല. ഞങ്ങളിങ്ങനെ എണ്ണി 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 മുന്നോട്ട് പോകും. ഓക്കെ, ശരി. ചെറിയ സൂചന കണ്ടില്ലേ ഇന്നലെ? അതായത് 7 സ്ക്രീൻ സ്റ്റുഡിയോ പുറത്തുവിട്ട ആ വീഡിയോയിൽ 69 കഴിഞ്ഞതിന് ശേഷം 70 എണ്ണി അതിലേക്ക് ചാടി പിടിക്കുന്ന വിജയുടെ ഒരു അത് ഞാൻ കണ്ടായിരുന്നു. പക്ഷേ ഒരു ഉറപ്പൊന്നും ഇല്ലാത്തതായതുകൊണ്ടാണ് വലിയ സൂചനകളെ തരുള്ളൂ. ഞങ്ങൾ ഒരിക്കലും അടിവര ഇട്ട് ആധികാരികമായിട്ട് ഒരു കാര്യങ്ങൾ ആദ്യം പറയാറില്ല. ആണല്ലേ? ശരി. സൂചനകൾ തരും, അതിൽ നിന്ന് പഠിക്കണം. ഓക്കെ, അതിൽ നിന്ന് കണ്ടുപിടിക്കണം. പഠിക്കണമെന്നല്ല, കണ്ടുപിടിക്കണം. അപ്പൊ ഇതിന്റെ വീഡിയോയിലേക്ക് വരാം. എന്താണ് കണ്ടിട്ട് തോന്നിയത്? എന്താണ് മിസ്റ്റർ ജിനേഷ് ഫിലിപ്പ് നിങ്ങൾക്ക് തോന്നിയത്? സംഭവം ഗംഭീരം. സത്യം പറയട്ടെ, ഇതിന് ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു ഹൈപ്പില്ലേ, അത് വിജയ ചിത്രം എന്നുള്ള രീതിയിലുള്ള ഹൈപ്പാണ്. എന്നാൽ ആ സിനിമ എത്രത്തോളം മികച്ചതായിരിക്കും എന്നുള്ള ആ ഒരു ഹൈപ്പ് ഇതിനുണ്ടായിരുന്നോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നില്ല. ഉള്ള കാര്യം കാരണം അതിന്റെ ഫസ്റ്റ് ലുക്കിലൊക്കെ ഉള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇതില് നമ്മൾ ആ 2 ലുക്കും കണ്ടു. വേറെ ലെവലാ. രണ്ടുപേരും ഒരുമിച്ച് തന്നെ വന്നു മുന്നിലേക്ക്. അതായത് ഇന്നലെ സെക്കൻഡ് സിംഗിളിന്റെ അനൗൺസ്മെന്റ് പോസ്റ്ററിൽ അതായത് ഭാര്യ, ഭർത്താവ്, ഒരു കുട്ടി ഇവരിങ്ങനെ നടന്നു പോകുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതായത് വിജയിന്റെ മകനായിട്ടുള്ള ഒരു ക്യാരക്ടർ അതിലുണ്ട്. അപ്പോൾ ആ 2 പേരും ആണ് എന്നുള്ള രീതിയിലാണ് നമുക്കിപ്പോൾ ഈ ഒരു ഫസ്റ്റ് ഷോട്ടിൽ നിന്ന് മനസ്സിലാവുന്നത്. ഒരു സത്യമായിട്ടുള്ള കാര്യം. പിന്നെ സൂപ്പറായിട്ടുണ്ടല്ലോ. അതെ. പിന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഗോട്ടിന് ഒരു എന്താ പറയുക ഹൈപ്പ് ഉണ്ടോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാൻസിന്റെ ഇടയിൽ മാത്രമേ ഹൈപ്പ് ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ ഗോട്ട് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് അതിന് മുന്നേ വന്നിട്ടുള്ള ലിയോയ്ക്കൊക്കെ വന്ന പോലത്തെ ഒരു ഹൈപ്പ് ഈ സിനിമയ്ക്ക് കിട്ടിയിട്ടില്ല. ലിയോയ്ക്ക് കിട്ടുന്നത് എന്തായാലും കിട്ടൂല. ആ ഒരു ഹൈപ്പില് അങ്ങനെ വമ്പൻ ചർച്ച ഒരു ഭാഗമായിട്ട് കയറിയതാണ്. അതെ. പിന്നെ വേറെ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് എന്ത് ഭാഗമായിട്ട് വന്നാണെങ്കിലും ഈ ഒരു ഷോട്ട് കണ്ടു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഹൈപ്പ് കയറും. ഇത് നല്ല നിലവാരമുള്ള സാധനം. അതെ. നമുക്കറിയാം ഈ ബൈക്ക് റേസിംഗ് ഉണ്ട്, കാർ റേസിംഗിന്റെ ആ സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ സാധനമൊക്കെ നല്ല അടിപൊളിയായിട്ട് എടുത്തു വെച്ചിരിക്കുന്നു. അപ്പം ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ ഓരോന്ന് പുറത്തു വരുമ്പോഴാണല്ലോ സിനിമയ്ക്ക് ഹൈപ്പ് കൂടി വരുന്നത്. ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഒരു ടീസർ അല്ലെങ്കിൽ ഗ്ലിംസ് വീഡിയോ എന്നാണ് വരുന്നത്, അന്നായിരിക്കും ഇതിന്റെ നിലവാരം മുകളിലേക്കോ താഴേക്കോ പോകുന്നത്. ഇതെന്തായാലും മുകളിലേക്കാണ്. ഇനി എങ്ങനെയായിരിക്കും അറിഞ്ഞൂടാ. പക്ഷെ ഇപ്പം ഇത് കണ്ടു കഴിഞ്ഞപ്പം മുകളിലേക്ക് തന്നെയാണ് ഇപ്പൊ നിൽക്കുന്നത്. എന്തായാലും ഇതില് വയസ്സായ ഒരു ലുക്ക് നമ്മൾ ലാസ്റ്റിലേക്ക് കുറച്ച് കട്ട് ഷോട്ട് കണ്ടില്ലേ, ടാർഗറ്റ് ചെയ്യുന്ന സാധനം അല്ല, അതല്ലാതെ ആ തീന്റെ അവിടെ ഒരു വയസ്സായിട്ടുള്ള വിജയനെ കണ്ടു. അത് ശ്രദ്ധിച്ചില്ലല്ലോ. ശ്രദ്ധിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. എന്തായാലും അപ്പൊ 3 ലുക്കിൽ ഏതാണ്ട് ഈ ഒരു ഫസ്റ്റ് ഷോട്ടിൽ തന്നെ കാണിച്ചു കഴിഞ്ഞു. അപ്പൊ 3 ലുക്ക് ഉണ്ടെന്ന് പറഞ്ഞത് 3 ലുക്കിലും വരും. അതെ, തീർച്ചയായിട്ടും മോശമായിട്ടില്ല കേട്ടോ, അടിപൊളിയുണ്ട്. ശരിക്കും പാളി പോയിരിക്കുന്നത് ശരിക്കും ഫസ്റ്റ് ലുക്കും അങ്ങനെ ഇവര് പുറത്തുവിട്ട പോസ്റ്റേഴ്സിലാണ്. സത്യം. പോസ്റ്റേഴ്സിന്റെ ഒന്നാമത് ഒരു ക്ലാരിറ്റി ഇല്ലായിരുന്നു. ഒരു സാധനം കാണുമ്പോൾ നമുക്ക് അതിനോടൊരു ഇൻട്രസ്റ്റ് തോന്നുള്ളൂ. അങ്ങനത്തെ ഒരു സാധനം തോന്നിയിട്ടേ ഇല്ലായിരുന്നു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിലൊന്നും. ഇത് കണ്ടപ്പം ഇത് വേറെ ലെവൽ ഐറ്റം പോലെ തോന്നുന്നുണ്ട്. എന്തായാലും ഗംഭീരമാവട്ടെ. എന്തായാലും ഒരു റാപ്പ് സോങ് ഒക്കെ ഇട്ടിട്ടാണ് ചേസിങ്ങും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. അതായത് ക്വാളിറ്റി ഉള്ള രീതിയിലുള്ള ഐറ്റംസ്. സാധാരണ ഇങ്ങനത്തെ ഐറ്റം പിടിക്കുമ്പോൾ ശരിക്കും ലിയോയിൽ നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ലിയോയിൽ അടിപൊളിയായിരുന്നു, ചേസിങ് ഗംഭീരമായിട്ടുണ്ടായിരുന്നു. അതിന് മുൻപുള്ളതൊക്കെ വിജയുടെ ഈ ഗില്ലി മാത്രമാണ് ശരിക്കും ഒരു റിയലിസ്റ്റിക് രീതിയിൽ കുറച്ച് വന്നത്. അത് പിന്നെ റിയലിസ്റ്റിക് ആയിട്ട് ചെയ്തതാണ്. അതും ഇതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. റിയൽ ആയിട്ട് ചെയ്യുന്നതും CGI വെച്ച് ചെയ്യുന്നതും മാറ്റമുണ്ടല്ലോ. പക്ഷെ ഇത് ടെക്നിക്കലി ഒരുപാട് മികച്ചു നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിന്റെ മേക്കിംഗ് നല്ല അടിപൊളിയായിട്ടാണ് തോന്നുന്നത്. കാരണം നമ്മൾ ഈ ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള പോലത്തെ ഒരു ചേസിങ് സ്റ്റൈലുണ്ട്. ഗംഭീരമാവട്ടെ. എന്താണെങ്കിലും അപ്പം ആഘോഷിക്കുക, എല്ലാവരും അടിച്ചു പൊളിക്കുക. എന്തായാലും വിജയിന്റെ ബർത്ത്ഡേ അല്ലേ, അപ്പം നമുക്കും കൂടെ ആഘോഷിക്കാം. ഞങ്ങൾ എന്തായാലും പോവാണ്. മറ്റുള്ള വിശേഷങ്ങളായിട്ട് ഉടനെ വരാം. ആഘോഷിക്കാൻ പോകണ്ടേ? അല്ലാണ്ട് ഇവിടെ ഇരുന്നിട്ട് എന്താ കാര്യം? നീ എന്താണ് ആഘോഷിക്കുന്നത്? എങ്ങനെയാണ്? ഞാൻ പോകും, ഇതൊന്നും കൂടി കാണും. ഇനി അടുത്ത വരാനുള്ള അപ്ഡേറ്റ്സ് നോക്കിക്കൊണ്ടിരിക്കും. അല്ല പിന്നെ നമുക്കതല്ലേ ആഘോഷം, അല്ലാണ്ട് ഇപ്പൊ എന്താ ആഘോഷം? വേറൊരു പരിപാടി ലാസ്റ്റ് ഭാഗം ഉണ്ടല്ലോ, അത് സ്ലോ മോഷനിലാക്കി കണ്ടിട്ട് അതിന്റെ ഒരു ഡീകോഡിങ് വീഡിയോ ഏതാ ലാസ്റ്റത്തെ ഭാഗത്ത് മാത്രം എന്തൊക്കെ കണ്ടു എന്നുള്ളതൊക്കെ നമുക്ക് പ്രത്യേകം ചെയ്താലോ? കൊള്ളാം.
പ്രൊമോ നമുക്ക് നോക്കാം അല്ലേ, അതിന്റെ കൂടെ ഒന്ന് അടിച്ചു കേട്ടാ പ്രൊമോയും അതും കൂടി കുത്തി കയറ്റി വിടാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷമായിട്ട് ഉടനെ കാണാം. ബൈ. ബൈ.